പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ആ കാലഘട്ടത്തിൽ അച്ഛൻ്റെ ചില വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എനിക്ക് അല്പം കൂടി ആകർഷത തോന്നിയത് കൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പൊതുപ്രവർത്തനത്തിൽ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. ആദ്യമായിട്ട് വികാരിയാവുന്നത് അന്തിക്കാട് പള്ളിയിലാണ്. രാഷ്ട്രീയ അതിപ്രസരമുള്ളൊരു സ്ഥലമാണത്. ശുചിത്വ പ്രവർത്തന മേഖലകളിൽ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി 100-ലേറെ വീടുകൾക്ക് കക്കൂസ് ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ വലിയ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കനാലുകളുടെ നിർമ്മാണം, റോഡുകളുടെ നിർമ്മാണം, കോളനി പുനരധിവാസം തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇടവക ഭരണത്തിനപ്പുറത്ത് നാനാ വിധത്തിലുള്ള നാനാ മതസ്ഥരായിട്ടുള്ള ജനങ്ങളുമായി അടുത്ത് ഇടപഴകാനും എല്ലാവരെയും തുല്യ മനുഷ്യരായി കണ്ടുകൊണ്ട് അവർക്ക് സേവനം എത്തിക്കാനും ഫാദർ വളരെ വ്യാപൃതനായിരുന്നു. ആ കാര്യത്തിൽ മാതൃകാ പുരുഷനായി തന്നെ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. പണ്ടുണ്ടായിരുന്ന ESP സ്കീം, അതായത് എൻവയോൺമെൻ്റൽ സാനിറ്റേഷൻ പ്രോഗ്രാമിന് കീഴിലുള്ള കക്കൂസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, അത് ESP സ്കീമിലല്ല, അവരുടെ ആ പദ്ധതിയിലുള്ള അതേ ടോയ്ലറ്റിൻ്റെ ഡ്രോയിങ്സ് ഇതൊക്കെ എടുത്ത് കോൺട്രാക്റ്റ് മുഖേന ഇപ്പോൾ 120 വീട്ടുകാർക്ക് ഈ കക്കൂസ് പണിയിച്ചു കൊടുക്കുകയുണ്ടായി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. 100 ഉറുപ്പിക അവസാനമായി ഇപ്പോൾ 110 ഉറുപ്പികയ്ക്കാണ് അത് കൊടുത്തിരുന്നത്. അപ്പോൾ അത് തനിച്ച് അങ്ങനെ ആരും പുറപ്പെടുമായിരുന്നില്ല. പോയി തനിച്ച് ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ ആ വിലയ്ക്ക് അത് നടത്താനായിട്ട് സാധിക്കില്ല. ഇതിപ്പോൾ മാസ് സ്കെയിലിൽ ചെയ്യുമ്പോൾ അതിന് കുറവ് വില വരുള്ളൂ. അപ്പോൾ അതിൻ്റെ മോൾഡും ഇതൊക്കെ കൊടുങ്ങല്ലൂർ കോൺട്രാക്ടറുടെ അയാളാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അത് വലിയൊരു ഉപകാരമായിട്ട് ഇപ്പോഴും ചില വീടുകളിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പൊതുജന ആരോഗ്യ മേഖലയിലും ശുചിത്വ മേഖലയിലും അച്ഛൻ്റെ സംഭാവനകൾ അന്തിക്കാട് ഗ്രാമത്തിന് ഒരിക്കലും മറക്കാനാവില്ല. ഗ്രാമത്തിലെ ഏക സർക്കാർ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അച്ഛൻ്റെ സജീവ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹം ആശുപത്രി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്തിക്കാട് ആശുപത്രിയുടെ ഒരു പുതിയ ബ്ലോക്ക്, ഇപ്പോഴത്തെ ബ്ലോക്കല്ല, നിൽക്കുന്ന കിഴക്കേ ബ്ലോക്ക്, അതും ഇതുപോലെ തന്നെ സർക്കാരിൻ്റെയും ജനകീയ കമ്മിറ്റിയുടെയും സഹകരണത്തോടു കൂടി പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ അതിനും ഇതുപോലെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അതിലേക്ക് പോകുമ്പോൾ ഒന്ന് എത്തി നോക്കും. ആ എത്തി നോക്കുന്നതിൽ നമ്മുടെ ഫാദർ ഉണ്ടാവും. ആ കമ്മിറ്റിയിൽ മരിച്ചുപോയ PC ഭാസ്കരൻ, KP പ്രഭാകരൻ, മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ഒരു C അച്യുതമേനോൻ. നമ്മൾ C അച്യുതമേനോൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയാണെന്ന് തോന്നും. പക്ഷെ അതല്ല, ഇവിടെ അന്തിക്കാട് നിവാസിയും പഴയ ബ്ലോക്ക് BDC ചെയർമാനായിരുന്ന ഒരു C അച്യുതമേനോൻ. അവരുടെ നേതൃത്വത്തിലാണ് ആ ആശുപത്രിയുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചത്. ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെ ഒരു മുൻകൈ, അതൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു വലിയ വികസന പ്രവർത്തനത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും മുതൽക്കൂട്ടായിട്ടുണ്ട്. വൃത്തിഹീനമായ വെളിംപ്രദേശങ്ങളിലിരുന്ന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന ശീലത്തിൽ നിന്നും
ഗ്രാമവാസികളെ ബോധവൽക്കരിച്ച് വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് തേയ്ക്കാനത്തച്ഛനാണ്. 1970 അതിന് മുൻപുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നത് ഓപ്പൺ എയർ പ്രോസസ്സായിരുന്നു. എന്നുവെച്ചാൽ വെളിമ്പറമ്പിൽ ഏതെങ്കിലും ചെറിയ കുറ്റിക്കാട്ടിലോ തെങ്ങിൻ്റെ കടയുടെ മറവിലോ ഒക്കെ ഇരുന്ന് വെളിക്ക് പോകുന്ന ശീലമായിരുന്നു. പകൽ സമയത്ത് സ്ത്രീകൾക്ക് വെളിക്കിരിക്കാനൊക്കെ വലിയ അസൗകര്യമായിരുന്നു. ശുചിത്വമുള്ള കക്കൂസകളൊന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരാശയം ഉദിച്ചു. ഈ അന്തിക്കാടും പരിസരങ്ങളിലും ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു കക്കൂസ ഉണ്ടാക്കിയത് നല്ലതാണ്, സമൂഹത്തിലെ ഒരു ആവശ്യമുള്ള കാര്യമാണ്. അതിനുവേണ്ടി കോൺക്രീറ്റ് റിങ്ങുകൾ 2 അടി വീതമുള്ള 3 റിങ്ങും അതിൻ്റെ മുകളിൽ പച്ചമുള ഉപയോഗിച്ച് കോൺക്രീറ്റ് വാർത്ത് സിമൻറ്റ് ബൗള് വെച്ച് വാട്ടർ ക്ലോസറ്റുകൾ ഉണ്ടാക്കി വീടുകളിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുത്തു പോരും. അന്ന് 100 ഉറുപ്പികയാണ് ഒരു കക്കൂസിന് മേടിച്ചിരുന്നത്. കക്കൂസിൻ്റെ 3 റിങ്ങുകളും അതിൻ്റെ മുകളിലത്തുള്ള WC ക്ലോസറ്റും സ്ലാബും കൂടി ഫിറ്റ് ചെയ്ത് വരുമ്പോൾ 100 ഉറുപ്പിക കൊടുത്താൽ മതി. അങ്ങനെ 125ഓളം വീട്ടുകാർ അന്ന് ഈ ESP ടൈപ്പ് മോഡൽ കക്കൂസുകൾ വാങ്ങി അവർ കുടുംബങ്ങളിൽ ഫിറ്റ് ചെയ്തു. അന്തിക്കാട്ടുകാർക്ക് തേയ്ക്കാനത്തച്ഛൻ എന്നും പ്രിയങ്കരനാണ്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാതൃകയാണ് ഈ വൈദികൻ. ദാരിദ്ര്യത്തിൻ്റെ നാളുകളിൽ അവരോടൊപ്പം നിന്ന, രാഷ്ട്രീയ അതിപ്രസരത്തിനപ്പുറം ദൈവസ്നേഹത്തിൻ്റെ വിത്തുകൾ വിതച്ച് അവർക്ക് മാതൃക കാട്ടിയ തേയ്ക്കാനത്തച്ഛൻ എന്നും അന്തിക്കാട് ഗ്രാമത്തിന് പ്രിയങ്കരനാണ്. അന്തിക്കാട്ടു നിന്നും മാപ്രാണം മാർ സ്ലീബ ദേവാലയത്തിലേക്കാണ് തേയ്ക്കാനത്തച്ഛൻ പിന്നീടെത്തുന്നത്. 1000-ലേറെ കൊല്ലങ്ങൾ പഴക്കമുള്ള ഈ ദേവാലയത്തിന് ചരിത്രപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. മാപ്രാണം പള്ളിയിൽ ഞാൻ വികാരിയായി വന്ന അവസരത്തിൽ അവിടുത്തെ യുവതി യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് നെഹ്റു യുവ കേന്ദ്ര എന്ന പ്രസ്ഥാനവുമായി സഹകരിച്ച് ചില തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ അവിടെ ആരംഭിച്ചു. അതിലൊന്ന് ബാംബൂ മാറ്റ് മേക്കിംഗ് ആണ്. മലയിൽ നിന്ന് കൊണ്ടുവരുന്ന ഓട അത് ചതച്ച് ചീന്തി നാരുകളാക്കി അതുകൊണ്ട് മാറ്റ് മേയുക. അതിനുള്ള 9 തറി അവിടെ ഉണ്ടായിരുന്നു. ആ തറിയിൽ പിന്നെ ഒന്ന് പുൽപ്പായ പോലെ ഉപയോഗിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിളുമേ ഇടാനായിട്ട് ഉപയോഗിക്കാം. ആ വക അളവുകളിലൊക്കെ അത് ഉണ്ടാക്കിയിരുന്നു. കൂടാതെ വിവിധ സീനറികൾ, ആന, ക്രൈസ്തവ രൂപങ്ങളുടെ പടങ്ങൾ അതൊക്കെ അതിൽ പെയിൻറ്റിങ് ചെയ്തു. അതൊരുവിധം നന്നായി നടന്നിരുന്നു. ഏകദേശം 50 കുട്ടികളെ ആ തൊഴിൽ അവിടെ പരിശീലിപ്പിച്ചു.
വിശുദ്ധ കുരിശിൻ്റെ നാമത്തിലുള്ള ഭാരതത്തിലെ ആദ്യ ക്രൈസ്തവ ദേവാലയമാണ് ഇത്. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന ഈ ദേവാലയം ഒട്ടേറെ വിശ്വാസികൾക്ക് ആശ്രയത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും സങ്കേതമാണ്. 1975 ഫാദർ ആൻ്റണി തേക്കാനത്ത് നമ്മുടെ മാപ്രാണം പള്ളിയിൽ വികാരിയായി ചാർജ് എടുക്കുന്നത്. അപ്പോൾ അന്നേ വരെ മാപ്രാണം പള്ളിയിൽ തീരെ പ്രായമുള്ള അച്ഛന്മാരായിരുന്നു നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ വർഷത്തിലാണ് 35 വയസ്സുള്ള ഒരു യുവ വൈദികൻ നമ്മുടെ പള്ളിയിൽ മാപ്രാണം പള്ളിയിൽ ചാർജ് എടുക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം നൂതനമായ പല കാര്യങ്ങളും മാപ്രാണത്തോടനുസരിച്ച് ചെയ്യുകയുണ്ടായി. നെഹ്റു യുവ കേന്ദ്രയുടെ കീഴിൽ സൂട്ട് കേസ് നിർമ്മാണം, പുൽപ്പായ നെയ്ത്ത്, ഓട്ടോറിക്ഷ ഡ്രൈവിംഗ്, അതുപോലെ തന്നെ ടാക്സി കാർ ഡ്രൈവിംഗ്, അതേപോലെ തന്നെ പല കാര്യങ്ങളിൽ അച്ഛൻ 40-50 കുട്ടികളെ പഠിപ്പിക്കുകയുണ്ടായി. അതിന് നെഹ്റു യുവ കേന്ദ്രയുടെ ഗ്രാൻഡും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് ഫോർ വർക്ക്, ആ ബേസിൽ അദ്ദേഹം 9-10 വീടുകൾ മാപ്രാണം ഇടവകയിൽ അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. ഇവിടെയും തൻ്റെ സഹജമായ കർമ്മ പദ്ധതികൾ അച്ഛൻ സമാരംഭിച്ചു. നെഹ്റു യുവകേന്ദ്രയുമായി ചേർന്ന് യുവതി യുവാക്കൾക്കായി വിവിധതരം തൊഴിൽ പരിശീലന പരിപാടികൾക്ക് അച്ഛൻ തുടക്കം കുറിച്ചു. അതോടൊപ്പം നടന്നിരുന്ന മറ്റ് തൊഴിൽ പരിശീലനങ്ങളിൽ ഒന്ന് കാർ ഡ്രൈവിംഗ്. സൗജന്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കും. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിരുന്ന സ്കൂളിലെ ആൾക്കാരുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. അവർ കാർ ഇവിടെ പള്ളിമുറ്റത്ത് കൊണ്ടുവരും, കുട്ടികളെ കയറ്റും, അവർ കൊണ്ടുപോയി മറ്റു കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് പോലെ പരിശീലിപ്പിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കൊടുക്കും. കാറിന് എന്നതുപോലെ തന്നെ 3 വീലറിൻ്റെയും ഓട്ടോറിക്ഷകളുടെയും പരിശീലനം നടത്തി അവർക്കും ലൈസൻസ് എടുത്ത് കൊടുത്തിരുന്നു. അതുകൂടാതെ പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെ ക്ലാസ്സുകൾ നടത്തിയിരുന്നു. അതിൽ 2 കാര്യമാണ്. ഒന്ന്, പ്രിൻറ്റിംഗ് ടെക്നോളജി നടത്താൻ ചില പ്രസ്സുകാരുമായുള്ള വ്യവസ്ഥയനുസരിച്ച് കുട്ടികളെ അവിടേക്ക് പരിശീലനത്തിന് വിട്ടിരുന്നു. അന്ന് അച്ച് പ്രസ്സുകളാണ് അധികം ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ DTP വർക്കുകളില്ല. അപ്പോൾ അച്ച് പ്രസ്സുകളിൽ വർക്ക് ചെയ്യാൻ കുട്ടികൾ പരിശീലിപ്പിച്ചു. അതുപോലെ പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ പ്രസ് ഉള്ളിടത്ത് കുറച്ച് കുട്ടികൾ, അതൊന്നും അധികം നമ്പർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നുള്ളത് കുട്ടികളെ ബുക്ക് ബൈൻഡിങ് പഠിപ്പിക്കുക. അതും ബൈൻഡിങ് നടക്കുന്ന സ്ഥലത്ത് അവരെ വിട്ടു, അവരെ പരിശീലിപ്പിച്ചു. എന്നിട്ട് പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യാൻ അവരൊരുക്കി. അതിൽ വളരെ കുറച്ച് പേരെ ആ തൊഴിലുകൾ തുടർന്നുള്ളൂ. എങ്കിലും അങ്ങനെ കുറേ പേർക്ക് ഒരു തൊഴിൽ പരിശീലനം നടക്കാൻ ഒരു കാരണമായി. പള്ളിയോട് ചേർന്നുള്ള സ്കൂളിനെ ഹൈസ്കൂൾ തലത്തിലെത്തിക്കുവാൻ അച്ഛന് ഒട്ടേറെ പരിശ്രമങ്ങൾ വേണ്ടിവന്നു. എങ്കിലും വിദ്യാഭ്യാസ മേഖലയോടുള്ള അച്ഛൻ്റെ പ്രത്യേക താൽപ്പര്യം ദൈവം എന്നും പരിഗണിച്ചിരുന്നു. മാപ്രാണം ഒരു ഉയർന്ന പ്രദേശമായിരുന്നതിനാൽ ജലക്ഷാമം അതിരൂക്ഷമായിരുന്നു. ഇത് പരിഹരിക്കാനായി നിലവിലുണ്ടായിരുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് സാങ്കേതികമായി നവീകരിച്ചത് തേക്കാനത്തച്ഛനായിരുന്നു. മാപ്രാണം
ഉയർന്നൊരു സ്ഥലമാണ്. എന്നാൽ അതിൻ്റെ ചുറ്റും കോൾപ്പാടങ്ങളും തോടുകളുമുണ്ട്. വർഷത്തിൽ ഏകദേശം 9 മാസവും താഴെ വെള്ളം കിടക്കുമ്പോഴും മാപ്രാണത്തും പരിസരത്തും മഴക്കാലം കഴിഞ്ഞാൽ വെള്ളമുണ്ടാവില്ല. അതിനൊരു പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കലച്ചൻ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ഇൻഡോ ജർമ്മൻ സർവീസ് സൊസൈറ്റിയുടെ സഹായത്തോടെ ആരംഭിച്ചു. അവർ അനുവദിച്ച ലോണും സബ്സിഡി ഉപയോഗിച്ചാണ് പ്രോജക്റ്റ് ആരംഭിച്ചത്. പ്രോജക്റ്റിൻ്റെ ആരംഭത്തിൽ പള്ളിയുടെ താഴെ ഭാഗത്തൊരു കുളമുണ്ടാക്കി അതിൽ നിന്ന് വെള്ളം 30 ഹോഴ്സ് പവർ ശക്തിയുള്ള മോട്ടോർ കൊണ്ട് പമ്പ് ചെയ്ത് പള്ളിയുടെ അടുത്തുള്ള മുറ്റത്തുള്ള ഒരു ടാങ്കിലേക്ക് കയറ്റുകയായിരുന്നു. വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പൈപ്പ് സിമൻറ്റ് പൈപ്പായിരുന്നു. വെള്ളം പ്രഷറോടുകൂടി വരുമ്പോൾ പൈപ്പ് പല ഭാഗത്തും മാറി മാറി പൊളിയും. അതുമൂലം കൃഷിക്കാരന് ആവശ്യത്തിന് വെള്ളം കിട്ടാതായി. കൃഷി ഇറക്കിയവരുടെ വലിയ പരാതിയുമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ കൊച്ചിയിൽ ചൊവ്വര നിന്ന് എറണാകുളത്തേക്ക് കുടിവെള്ളം കൊടുക്കാൻ യൂറോപ്യൻകാരുടെ കാലത്ത് സ്ഥാപിച്ചിരുന്ന പൈപ്പ് മാറ്റി വണ്ണം കൂടി പൈപ്പ് ഇടാൻ തുടങ്ങിയിരുന്നു. ആ മാറ്റിയ പൈപ്പുകൾ ഞാൻ പോയി അവരുമായിട്ട് എഗ്രിമെൻറ്റിൽ അവർ പറയുന്ന വിലയ്ക്ക് വാങ്ങി 1000 മീറ്റർ പൈപ്പ് കൊണ്ടുവന്നു. എന്നിട്ട് പഴയ സിമൻറ്റ് പൈപ്പുകളെല്ലാം മാറ്റി ടാങ്കിൽ നിന്ന് 3 പോയിൻറ്റുകളിലേക്ക് വെള്ളം നേരെ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. വടക്ക് ഭാഗത്തേക്ക് ഒരെണ്ണം, തെക്ക് ഭാഗത്ത്, പിന്നെ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് കേശവൻ വൈദ്യരുടെ ആശുപത്രിയുടെ തെക്കേ ഭാഗത്തേക്ക് ഒരു പൈപ്പ് ലൈൻ ഇട്ടു. ഇവിടെ ഈ ലൈനിൽ കൂടി ഓരോ ഭാഗത്തേക്കും വെള്ളം പമ്പ് ചെയ്ത് വിടും. അവിടെ നിന്ന് പറമ്പിലെ ചാലുകൾ വഴി അടുത്ത പറമ്പുകാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു. അത് വിജയകരമാവുകയും ചെയ്തു. കരുവന്നൂർ പുഴയിൽ നിന്നും വരുന്ന ജലം ചിത്രോളിക്കടവ് പാടത്തിനു സമീപത്തുള്ള കനാൽ വഴി പള്ളിക്കുളത്തിൽ സംഭരിക്കുന്നു. അവിടെ നിന്ന് ജലം പമ്പ് ചെയ്ത് പള്ളിമുറ്റത്തുള്ള ടാങ്കിൽ നിറയ്ക്കുന്നു. ഈ ജലം മാപ്രാണം പള്ളിക്ക് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കർഷകർക്ക് പൈപ്പ് ലൈൻ വഴി എത്തിച്ചു കൊടുക്കുന്നു. ഇതിന് മണിക്കൂർ കണക്കിന് ഒരു നിശ്ചിത തുക ഈടാക്കുന്നുണ്ട്. എങ്കിലും തേയ്ക്കാനത്തച്ഛൻ്റെ സംഭാവനകൾ കൃഷിക്കാർക്ക് ഒരിക്കലും മറക്കാനാവില്ല. വിശുദ്ധ കുരിശിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ മാപ്രാണം പള്ളിയിലേക്ക് തിരിയുന്ന ലാൽ ജംഗ്ഷനിൽ ഒരു പുതിയ കപ്പേള നിർമ്മിക്കുന്നത് തേയ്ക്കാനത്തച്ഛൻ്റെ കാലത്താണ്. വിശുദ്ധ മുത്തപ്പൻ്റെ നാമത്തിലുള്ള ഈ കപ്പേളയിലെ മെഴുകുതിരികൾ ഒരിക്കലും അണയാറില്ല. കെടാവിളക്കുകളുടെ പുണ്യമാണ് ഇന്നും ഈ കപ്പേള.
വായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുകൃതം. സുഭഗമോർമ്മകൾ പീലി